അമ്മായി ബോഡി കൊണ്ടുവന്നായിരുന്നേ, എപ്പോഴാ വരുന്നത്? ആര്? ശശാങ്കേട്ടനല്ലേ മരിച്ചു പോയത്? ഞാൻ ഈ ഫോണും കൊടുക്കട്ടോ പുള്ളിയുടെ കയ്യില്. ഓ, അത് ഞാൻ ഈ മരിച്ച ആളോട് ഞാൻ പറയണം. ശരി അമ്മായി. കോണല്ലാണത്തിന്റെ ഒന്ന് തന്നെ. അയ്യോ, ദേ വരുന്നു ചോപ്പിച്ചോണ്ട്. അയ്യോ, കാണല്ലേ. എന്താടാ നിന്റെ മോന്ത കളഞ്ഞു പോയാ? അച്ചായൻ വെറും കൈയോടെയാണോ വന്നേ? പിന്നെ അവന്റെ ബർത്ത്ഡേ അല്ലേ ഞാൻ ക്രീം കേക്ക് പോയിട്ട് വരാൻ. മരിപ്പൂടായി പോയില്ലേ, ഞാൻ ചിരിച്ചു വന്നേനെ. നീ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അവന് കാശ് കടം കൊടുത്തോണ്ടിരുന്നത്. 10,2,500 കേസല്ലേ ഉള്ളൂ, ഞാൻ പോകുന്നതിനും മുമ്പ് ഒപ്പിച്ചു തരാം. അത് നീ ആയിട്ട് വന്നപ്പോ പിന്നെ പല തവണയായിട്ട് അവൻ എന്റെ 3 ലക്ഷം രൂപയാണ് വാങ്ങിച്ചോണ്ട് പോയിട്ടുള്ളത്. 3 ലക്ഷം രൂപ? 2 വള്ളി നിക്കർ മാത്രമുള്ള അങ്ങേർക്ക് നിങ്ങൾ എന്ത് പ്രൂഫിന്റെ ഇടത്തിൽ 3 ലക്ഷം രൂപ കൊടുത്ത്? അതെനിക്ക് അറിഞ്ഞൂടാ. ശശാങ്ക ഇന്ന് എനിക്ക് 3 ലക്ഷം രൂപ തരണം. അതെ, ഞാൻ അങ്ങേരെ അംഗനവാടി കുറുക്ക് കൊടുത്ത് ഉറക്കാൻ കിടത്തേക്കല്ല, മരിച്ചു കിടക്കുകയാണ്. അവന്റെ 2 കൂട്ടുകാരുണ്ടല്ലോ, അവന്മാരും സാക്ഷി. ഞാൻ അവന്മാരെ ഇന്ന് വാങ്ങിച്ചോളാം. പിന്നെ ടാറ്റയും ബിർളയിലെ എങ്ങനെ കൂട്ടുകാരി ചെല്ലി. എന്തായാലും കഷ്ടമായി പോയല്ലേടാ. സത്യം, ഇന്നൊന്നാം തീയതി ആയോണ്ട് ഇന്നലെ വാങ്ങിച്ചു വെച്ച കുപ്പിയോടാന്ന് പോലും അവൻ പറഞ്ഞില്ല. അതല്ല, അവൻ പെട്ടെന്ന് പോയ പോലെ. അല്ലേലും അങ്ങനെയാടാ, നല്ലവരെയൊക്കെ നേരത്തെ വിളിക്കും. പക്ഷെ ഇവനെ എന്തിനാടാ വിളിച്ച്? എന്റെ കാശും പോയി. ഞങ്ങൾ ഇന്ന് അടിക്കാൻ വെച്ചിരുന്ന കുപ്പിയും പോയി. അവരൊന്ന് സംസാരിച്ചാ മതിയായിരുന്നു. നമുക്ക് കൃത്രിമ ശ്വാസം കൊടുത്ത് സംസാരിപ്പിച്ചാലോ? അപ്പൊ എന്റെ കാശ് ആരെയും ഞങ്ങൾ കൂടെ വേണ്ടി അവൻ നിങ്ങളെ ഇന്ന് കാശ് വാങ്ങിച്ച. അപ്പൊ നീ തരുവോ? എന്ത് മനസ്സിൽ ചാവുന്നിടം വരെ കാണും ആ കടപ്പാട്. വലിയ മനുഷ്യന് ഇപ്പോഴാ മരിച്ചെന്ന്? എപ്പോഴാ മരിച്ചെന്ന്? എപ്പോഴായാലും മരിച്ചല്ലോ. ഓ, പക്ഷെ കണ്ടാ പറയൂല മരിച്ചു കിടക്കുവാന്ന്. പിന്നെ എക്സിബിഷന് ചുമ്മാ നടത്തിയേക്കുന്ന? അയ്യോ, അതല്ല, പെട്ടെന്നങ്ങ് പോയല്ലോ എന്ന്. വിഷമിക്ക്, ചിരിക്കല്ല.